ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഡേ കൗണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ ഡേനേക്കാളും കുറെ കുറവാണ് ഈ ഡേ. കഴിഞ്ഞ ഡേ അവസാനിക്കുന്ന എത്ര 650 എത്രയിലായിരുന്നു. ഈ ഒരു ഡേയിൽ എന്താണ് ഇത്, ഈ ഒരു എപ്പിസോഡിൽ എന്താ ഡേ ഇങ്ങനെ ആയെന്ന് വെച്ചാല്, എനിക്ക് വീണ്ടും പണി കിട്ടി. ക്രീപ്പർ ഫാമിൽ AFK വെച്ചിട്ട് പോയതാണ്. ഞാൻ നിൽക്കുന്ന ബാത്റൂമിൽ പോയിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കറണ്ട് പോയപ്പോൾ ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഓഫ്. കമ്പ്യൂട്ടറിനൊന്നും പറ്റിയില്ല, എൻ്റെ വേൾഡ് വീണ്ടും ഗ്ലിച്ചായിട്ട് ക്രീപ്പർ ഫാമിൻ്റെ അവിടെ നിന്നുകൊണ്ട് എൻ്റെ അയൺ ഫാം വീണ്ടും ഇതായി. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ ഓൾറെഡി ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കോപ്പി ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേറ്റായിരുന്നു. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാ എപ്പിസോഡും കഴിയുമ്പോൾ കോപ്പി എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇത് രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി. പിന്നെ ഇവിടെ ഗ്രാസ് റീപ്ലേസ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനി ഗ്രാസ് റീപ്ലേസ് ചെയ്ത് മടുത്ത് അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഒരു ദിവസം ബാലൻ്റെ ലോകത്തിന് പകരം വേറൊരു കണ്ടന്റ് ഞാൻ ഇട്ടത്. എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അധികം ആൾക്കാരും കണ്ടില്ല. എല്ലാവർക്കും തന്നെ സർവൈവൽ സീരീസ് ഇഷ്ടം തോന്നുന്നു. നിങ്ങൾ എന്തായാലും ആ വെർഷൻ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി വെർഷനാണ്. അതായത് പുതിയ വെർഷൻ കൊണ്ടുവന്നത്. എനിക്ക് അതിനകത്തൊരു ഹാർഡ് കോർ തുടങ്ങുന്നുണ്ട്, പക്ഷെ ഞാൻ കളിച്ചാൽ ചാവും. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടാണ്ട് വെറുതെ ഹാർഡ് കോർ കളിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ ഇത് രണ്ടാമതൊന്നും കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഉള്ളിലൊന്നും സെറ്റ് ആക്കിയിട്ടില്ല, റൂഫൊന്നും റെഡി ആക്കിയിട്ടില്ല. ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെക്കാറില്ല ഞാൻ. ഇതൊക്കെ ഒന്നും കൂടി റെഡിയാക്കണം. അത് കുഴപ്പമില്ല, നമുക്ക് മെല്ലെ റെഡിയാക്കാം. ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു, ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയട്ടെ. എനിക്ക് പിന്നെ ഹൈറ്റേൽ കളിക്കണമെന്നുണ്ട്. ഹൈറ്റേൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഹൈറ്റേൽ സുധീർണ്ണനെ കളിച്ചേ. എനിക്കത് കളിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ ഇടണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നില്ല ഹൈറ്റേൽ അത്രയ്ക്ക്. ഇന്നത്തെ ഗോൾ എന്താ ഞാൻ പറഞ്ഞിരട്ടെ. അപ്പം നിങ്ങൾ വിചാരിക്കും, നീ എന്തൊരു മണ്ടന ബാല, നീയല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മരത്തിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് കൊണ്ടുവരാമെന്ന്. അതൊന്നല്ല. ഇന്ന് ഞാൻ രാവിലെ വെറുതെ യൂട്യൂബിൽ കൂടെ ഫാക്ടറി ഇൻഡസ്ട്രിയൽ ഏരിയാസിനൊക്കെ പറ്റിയ ബിൽഡിങ്സ് ഡിസൈൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരു കിടിലം പോലത്തെ സാധനം കണ്ട്. നിങ്ങൾ തമ്പനയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും അത് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. റോക്കറ്റ് പെട്ടിയിൽ നിന്ന് റോക്കറ്റ് എടുത്താൽ ഇത് എൻ്റെ ഇഷ്ടം പോലെ എമറാൾഡ് ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ഒന്ന് മെൻറ്റ് ചെയ്യാൻ പോയായിരുന്നു എൻ്റെ പിക്ചേഴ്സ്. പക്ഷേ ഈ എമറാൾഡ് എൻ്റെ കയ്യിൽ വീണ ഞാൻ കണ്ടില്ലായിരുന്നു. ഇവിടെ കണ്ടേ. ഇവിടെ നോക്കാം അതുണ്ടാക്കാൻ പറ്റിയ നല്ല സ്ഥലം ഏതാണെന്ന്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു നടുക്കായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഏരിയ ഒന്നില്ലെങ്കിൽ എനിക്ക് സ്റ്റോൺ വെച്ചൊന്ന് പ്ലെയിൻ ആക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ടും പ്ലെയിൻ ആക്കാം. ഞാൻ ആദ്യം ഇങ്ങോട്ട് ലേശം സ്റ്റോൺ വെക്കാം. ഞാൻ ഇത് ഇത്ര ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് രസമുണ്ടല്ലേ. ഉണ്ടാക്കാൻ പോകുന്നതിന് പോയിട്ട് ഞാൻ ലേശം ഫുഡും ഇതിനുണ്ടാക്കാനുള്ള സാധനങ്ങളും പോയിട്ടൊന്ന് വേഗം എടുത്തിട്ട് വരാം. റിസോഴ്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. റിസോഴ്സ് എല്ലാം ഈ ഷൾക്കർ ബോക്സിൽ ഇത്രയേ ഉള്ളൂ അതിന് റിസോഴ്സസ്. പക്ഷെ ഇത് നിങ്ങൾ കാണുന്ന പോലെ നല്ല, ഇത് നല്ല സംഭവമാണ്. ഈ റിസോഴ്സസ് കണ്ട് നിങ്ങളെ അതിന് ജഡ്ജ് ചെയ്യണ്ട. ഡോണ്ട് ജഡ്ജ് എ ബിൽഡിംഗ് ബൈ ഇറ്റ്സ് റിസോഴ്സസ്. ഒരാളൊരു നല്ല ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകാറ് ചെറിയ റിസോഴ്സ് എടുത്തെങ്കിൽ ഞാൻ പറഞ്ഞ കോട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. എന്തായാലും ഞാൻ വേഗം പോയിട്ട് ഉണ്ടാക്കി തരാം. ഇനി വാചകടിയൊന്നുമില്ല. നിങ്ങൾ വെച്ച് ഒന്നില്ല റീപ്ലൈ മോഡ് കണ്ടോ, അല്ലെങ്കിൽ ഇതിന് റീപ്ലൈ മോഡ് വേണ്ടി വരില്ല. ഇത് കാരണം പെട്ടെന്ന് കഴിയും. ഒരു സിമ്പിൾ ബിൽഡാണ്, പക്ഷെ നല്ല രസമാണ്. ഓക്കെ, ഞാൻ എന്നാൽ വേഗം ഉണ്ടാക്കി തരാം. ഇതേണ്ട ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിക്കാക്സിൻ്റെ സ്റ്റാച്ചു ആണ് ഞാൻ ഉണ്ടാക്കാൻ നിന്നത്. ഈ ഓഫീസ് റൂമിൽ നോക്കിയാൽ നേരെ ഇങ്ങനെ കാണും. ഇതെന്ത് ഇങ്ങനെ കാണുന്നത്? ഇത് പിക്കാക്സിൻ്റെ നേരെ ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതെന്തിനാണ് ഇവിടുത്തെ ആൾക്കാർ പണിഞ്ഞതാണ്, ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഓണർ, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓണർ ശമ്പളം അധികം കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ കൈബലം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പിക്കാക്സിൻ്റെ സ്റ്റാച്ചു ആണിത്. ഓ മൈ ഗാഡ്. ഒരുത്തരത്തെല്ലാം പോയപ്പോൾ ഗ്യാങ്ങോടെ വരുന്നോളാം എന്നെ അടിക്കാൻ. വാടാ, എന്ത് തീ എത്താത്തെ? ഇവിടെ ക്രീപ്പർ ഉണ്ടായിരുന്നല്ലോ രണ്ടെണ്ണം. വാടാ, പൊട്ടണ നമുക്ക് പൊട്ടണോ? പൊട്ടിക്കോ, എനിക്ക് പൊട്ടണ്ടാ. അപ്പോൾ ഓഫീസിലെ ഓണർ കാണാൻ വേണ്ടി തന്നെ അവരുണ്ടാക്കി വെച്ച പിക്കാക്സിൻ്റെ സ്റ്റാച്ചു ആണ്. അയാൾക്ക് അവിടെ നിന്ന് അയാളുടെ റൂമിലിരുന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കൂർത്തവായിരിക്കും കാണാം. അപ്പോൾ അയാളൊന്ന് പേടിക്കണം. അതാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ഇത് യൂട്യൂബിൽ ഒരാളുടെ ഞാൻ കണ്ട് ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കഴിവൊന്നുമല്ല. അയാൾ ഉണ്ടാക്കുന്നത് കണ്ട് ഇതിലോട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതാണ് എൻ്റെ ഇവിടുത്തെ പ്രശസ്തി. മെല്ലെ മെല്ലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ പ്രോഗ്രസ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇവിടെ മൊത്തം സെറ്റാക്കും. ഇനിയിപ്പോൾ ശരിക്കും അടുത്ത എപ്പിസോഡിൽ ആ ഒരു വുഡ് ഫാക്ടറി ഉണ്ടാക്കാൻ തന്നെ വിചാരിക്കുന്നു. അത് അടുത്ത പ്രാവശ്യം ഞാൻ വല്ല ഇങ്ങനത്തെ ഐഡിയാസ് കണ്ടുപിടിച്ച് തന്നാൽ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്നെ പറയരുത്. കാരണം ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ഒക്കെ അടിപൊളിയല്ലേ, അല്ലേ പറ അല്ലേ? അല്ല, അത് സെറ്റായിട്ടുണ്ട്, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇവിടെ എന്താ പറ്റിയതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു, അയാൾക്ക് മനസ്സിലായില്ലാന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ. ഇതെന്താ പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ വേൾഡ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കറണ്ട് പോവും. KCB ചേട്ടന്മാർ പണി തരും. അങ്ങനെ കറണ്ട് പോയപ്പോൾ എൻ്റെ PC CPU എപ്പോഴും അങ്ങനെ കറക്റ്റ് വർക്കാവില്ല. ഇത് CPU ഇടയ്ക്കിടയ്ക്ക് അത് ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് CPU അധികം ചാർജ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ കറണ്ട് പോയപാട് ഓഫാവും. അങ്ങനെ ഒരു ദിവസം പറ്റിയതാണിത്. അപ്പോൾ എൻ്റെ വേൾഡിൻ്റെ ഇങ്ങനെയായി, അങ്കൊക്കെ ഇങ്ങനെ പ്രശ്നമായി. പക്ഷേ ഇതിൻ്റെ ഉള്ളോട്ട് പോയ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഉള്ളോട്ട് ഞാൻ ഒരു വട്ടം പോയതാണ്, അന്നേരം വീഡിയോ എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ അന്ന് ഉള്ളോട്ട് പോയപ്പോൾ എൻ്റെ ഗെയിം ക്രാഷായി. ഞാൻ MLG കിടു തന്നെ. ഞാൻ വേണമെങ്കിൽ ഇനിയും മുകളിൽ നിന്ന് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പ്ലെയറാ, നോക്കിക്കോ. ഈ റോക്കറ്റ് കാരണമൊന്നും കാണുന്നില്ലല്ലോ. എന്നാലും ഞാൻ ചെയ്തിട്ടാ. റോക്കറ്റിൻ്റെ പാർട്ടിക്കൾ ഇപ്പോഴും ഉണ്ടല്ലോ. അത് അടുത്ത ബഗ്. ഞാൻ വെച്ച് ചാവുന്ന റോക്കറ്റിൻ്റെ പാർട്ടിക്കൾ ഉണ്ടപ്പോൾ. കണ്ട എഫക്റ്റ് വല്ല ഉണ്ട് ഓടുമ്പോൾ. മറ്റേ ബഗ്ഗായി. അയ്യോ, മറ്റേ ബഗ്ഗല്ല, റോക്കറ്റിന് എന്തോ മാത്രം ബഗ്ഗായിരുന്നു. ഞാൻ MLG പ്രോ തന്നെ. ഇനിയിപ്പോൾ എനിക്ക് എത്ര വേഗത്തിൽ വന്നിട്ട് എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇറങ്ങണം. ഞാൻ വെറുതെ എലേട്ര ഇങ്ങനെ സ്ലോ ആക്കി പോകണ്ട. അതിന് പകരം ഇവിടെ നിന്ന് ഇതെടുത്തിടുക. വേണ്ടി അത് മര്യാദ കാണിച്ചത്. ഇത്തവണ ഞാൻ തമാശയ്ക്ക് ഉണ്ടാക്കിയതാണ്. അടുത്തവണ ഞാൻ സീരിയസ് ആട്ടോ. സാധനങ്ങളൊക്കെ തിരിച്ചെട്ടി. ഇത്തവണ എനിക്ക് ഫുൾ കോൺഫിഡൻസാ മക്കളെ, നോക്കിക്കോ. ഇത്തവണ ഞാൻ കാണിച്ചിടാ. നിങ്ങൾക്ക് ഇപ്പം എന്നെ കളിയാക്കാൻ നിൽക്കുന്നുണ്ടല്ലേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ കോൺഫിഡൻസാണ് എൻ്റെ ജീവിതം. കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും എൻ്റെ സ്കില്ലിൽ. ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ട, ഇനിയിപ്പോൾ ഇത് 5 എണ്ണം അടുപ്പിച്ച റോയിൽ. ഇപ്പോൾ 2 എണ്ണമായേ. ഓക്കെ, ഇപ്പോൾ 3ആയി. ഇപ്പോൾ 4ആയി. ഇത് ലാസ്റ്റത്തെ ആണേ. കണ്ട, സിമ്പിൾ ബ്രോ, സിമ്പിൾ. ജനിച്ചപ്പോഴേ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ജനിച്ചതെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇത്ര MLG പ്രോ ആയിപ്പോയി. അപ്പോൾ എനിക്കിത് ജന്മന കിട്ടിയതാണ്, അല്ലാണ്ട് ബാക്കിയുള്ള ന്യൂബി ഡ്രീമിനൊന്നും പോലെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വന്നില്ല. എനിക്ക് ജന്മന കിട്ടിയത്. ഞാനത് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. കണ്ട, അതെന്തോ ഗ്ലിച്ചായതാ. ഗ്ലിച്ച്. ഒന്നും കൂടി കാണിച്ചു. സ്പീഡിലായിരുന്നു. സ്വിച്ച്ഡ് വാട്ടർ പ്ലേസ്ഡ്. കണ്ട. എന്തായാലും ഇന്നത്തേക്കൊക്കെ അത്ര മതി. ഇനി അടുത്ത സർക്കസ് നാളെ അടുത്ത എപ്പിസോഡിൽ. പിന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ. പൊട്ടില്ല. എന്തെന്താ ഓട്. ടാറ്റ, ബൈ.